അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ വീഡിയോ പതിക്കെ വെച്ച് കട്ടായി. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഗൈസ് നല്ല ഗംഭീരമായിട്ട് പണിവാളി. എന്താണെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എടുത്തതുണ്ടായിരുന്നു. സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞ ആ ഒരു സമയത്തിന് ബാക്കി മുന്നോട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ ആ ഒരു ഫുട്ടേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മൾക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാം. അതിനു മുമ്പ് ആ ഒരു ഫുട്ടേജിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ഓക്കെ, ഇതാണ് ആ ഒരു ഫുട്ടേജിൻ്റെ അവസ്ഥ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല. ഓക്കെ, എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീണ്ടും ആദ്യം മുതലേ എല്ലാ കാര്യങ്ങളും പറയാം. ഓക്കെ, അപ്പോൾ കാര്യം വേറെ ഒന്നുമില്ല. നമ്മുടെ 5ാമത്തെ സർവീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. R15 V3യുടെ 5ാമത്തെ സർവീസ്. ഓക്കെ, 5ാമത്തെ സർവീസിന് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് വെറും 700 രൂപയാണ്. ഇത്രയും ലോ കോസ്റ്റിൽ നമുക്ക് സർവീസ് കംപ്ലീറ്റ് ആവാനുണ്ടായ കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓയിൽ ചേഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച്, ഈ 2 കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എയർ ഫിൽറ്റർ ക്ലീനിങ് അതൊക്കെ ഫ്രീ സർവീസിൻ്റെ അകത്ത് വരുന്നതായതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ വെറും 700 രൂപയായിട്ടുള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ ബില്ല് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബില്ല്. ഇവിടെ കാണുന്നില്ലേ? ഞാൻ ബില്ല് എമൗണ്ട് 700 രൂപ. ഇതിനകത്ത് നോർമൽ സർവീസ് പിന്നെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നോർമൽ സർവീസ് മാത്രം ചെയ്യാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, എനിക്ക് ഇന്ന് തന്നെ വണ്ടി കിട്ടണമായിരുന്നു. 2, ഷോറൂമിലെ സർവീസ് അല്ലേ, അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഷോറൂമിൽ സർവീസ് ചെയ്തില്ല. മെയിനായിട്ടുള്ള ഒരു വക വർക്കൊക്കെ ഞാൻ പുറത്തുനിന്നാണ് ചെയ്യിക്കാറ്. ബേസിക് സർവീസ്, നമ്മുടെ വാറണ്ടി കട്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അത് മാത്രമാണ് ഷോറൂമിൽ നിന്ന് പൊതുവേ ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ 5ാമത്തെ സർവീസ് വന്നിട്ടുണ്ടായിരുന്നത് 13,000 കിലോമീറ്ററിൽ അല്ലെങ്കിൽ 390 ദിവസത്തിനുള്ളിൽ. അതായിരുന്നു സർവീസിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. നമ്മളിപ്രാവശ്യം സർവീസിന് കൊടുത്തത് 13,000 കിലോമീറ്റർ ആയിട്ടില്ല, 10,000 കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് നമ്മൾ സർവീസിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വണ്ടി എടുത്തിട്ട് 390 ദിവസം ആയിട്ടുമില്ല. ഓക്കെ, എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 15-ാം തീയതി 12-ാം മാസമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് 2-ാം തീയതി ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് 2-ാം തീയതിയാണ് സർവീസിന് കൊണ്ടുപോയിട്ടുള്ളത്. വേറെ ഇഷ്യൂ ഒന്നുമില്ല, നീറ്റായിട്ട് സർവീസൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വണ്ടി എടുത്തിട്ട് 1 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. 3-ാം തീയതിയാണ്, കഴിഞ്ഞ വർഷം ഡിസംബർ 3-നാണ് ഞാൻ വണ്ടി എടുത്തിട്ടുള്ളത്. വണ്ടി എടുത്തിട്ട് 1 വർഷം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ നമ്മളുടെ ബമ്പർ ടു ബമ്പർ ഇൻഷൂർ തീരുകയാണ്. അപ്പോൾ ഇന്ന് പോയ കൂട്ടത്തിൽ ആ ഒരു ഇൻഷൂർ വീണ്ടും പുതുക്കി ബമ്പർ ടു ബമ്പർ ആക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2,575 രൂപയാണ് ബമ്പർ ടു ബമ്പറിലേക്ക് പുതുക്കിയതിന് എനിക്ക് ചാർജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസിന് പോയ സമയത്ത് കുറച്ച് ആക്സറീസ് വാങ്ങിയിട്ടുണ്ട്. ആക്സറീസ് മീൻസ് എനിക്ക് വണ്ടിയിൽ R15 V3 ഫിറ്റ് ചെയ്യാനാണ് വാങ്ങിയിട്ടുള്ളത്. എങ്കിൽ R15 V3യുടെ ആക്സറീസ് അല്ല. അപ്പോൾ മെയിനായിട്ട് വാങ്ങിയ ആക്സറീസിൽ ഒന്ന് ഫൂട്രസ്റ്റ് ആണ്. ഓക്കെ, യമഹയുടെ FZന്റെ ഫൂട്രസ്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ FZന്റെ ഫൂട്രസ്റ്റ് എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റബ്ബർ മുകളിൽ വരുന്ന ആ ഒരു ഫൂട്രസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്റർനാഷണൽ വേരിയന്റ് V3യിലൊക്കെ ആ മോഡൽ ഫൂട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ മാത്രം ഒരു അലൂമിനിയത്തിന്റെ ഫൂട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് ഇന്റർനാഷണൽ വേരിയന്റിലുള്ളതുപോലെ റബ്ബർ വരുന്ന ആ ഒരു ഫൂട്രസ്റ്റിലേക്ക് മാറാൻ എന്നുള്ള രീതിയിലാണ് FZന്റെ ഫൂട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. അത് സപ്പോർട്ട് ആവോ സൂട്ട് ആവോ, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ വരുമോ, അതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരുമോ എന്നൊന്നും അറിയില്ല. അത് ഫിറ്റ് ചെയ്യുന്നതും അതോടുകൂടി വേറെയും കുറച്ച് ആക്സറീസ് വാങ്ങിയിട്ട് അതൊക്കെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, 313 രൂപയാണ് നമ്മുടെ ഫുട്രസ്റ്റിന് വില വന്നിട്ടുള്ളത്. ഓക്കെ, ലെഫ്റ്റും റൈറ്റും കൂടിയാണ് 313 രൂപ വില വന്നിട്ടുള്ളത്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഫുട്രസ്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അലൂമിനിയം പീസ് ഒരു റേറ്റ്, അതിൻ്റെ മുകളിൽ വരുന്ന റബ്ബറിൻ്റെ ആ ഒരു ഗ്രിപ്പ് മറ്റൊരു റേറ്റ്, പിന്നെ അതിൻ്റെ സ്പ്രിങ് വേറെ, സ്ക്രൂസ് വേറെ, പിന്നെ അതിന് അടിയിലൊരു ലെഗ് ഉണ്ടാവും. നമ്മുടെ ഫുട്രസ്റ്റ് ഫ്രണ്ട് ഫുട്രസ്റ്റിന് ഒരു ലെഗ് ഉണ്ടാവും. ഓക്കെ, ആ ലെഗിന് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം വാങ്ങാൻ. നമ്മുടെ ഫുട്രസ്റ്റിന്റെ ഈ അലൂമിനിയം പീസും മുകളിലുള്ള റബ്ബർ പീസും ജോയിൻ ചെയ്യുന്ന സ്ക്രൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്ക്രൂവിന് വേണ്ടി ഞാൻ ഒരുപാട് കടകളിൽ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. അവസാനം ഒരു കടയിൽ നിന്നും തുരുമ്പിക്കുന്ന ടൈപ്പ് സ്ക്രൂ ആണ്, പക്ഷെ അത് സൂട്ടായി, അത് വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുള്ള ബാക്കി ഐറ്റംസ് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഫുട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഫുട്രസ്റ്റ്. നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതേപോലെയാണ് കിട്ടുക. ഓക്കെ, ഈ ഒരു ഫുട്രസ്റ്റിനകത്ത് ഇതുപോലെ ഒരു അലൂമിനിയം പീസ് മാത്രമാണ് കിട്ടുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലൊരു സ്പ്രിങ് വാങ്ങേണ്ടതായിട്ട് വരും. ഈ സ്പ്രിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയിലുള്ള പഴയ സ്പ്രിങ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞാനൊരു ഇതിന് വാങ്ങിയെന്ന് മാത്രം. ഇത് അഥവാ ഈ ഒരു സ്പ്രിങ് കാരണം ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സ്പ്രിങ് വാങ്ങാനായിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ സ്പ്രിങ് എക്സ്ട്രാ വാങ്ങിയതാണ്. പിന്നെ ഇതാണ് 2ാമത്തെ ഐറ്റം. ഇതിൻ്റെ ഒരു കവർ ഇവിടെയുണ്ട്, അതിൻ്റെ കവർ ഇളകിപ്പോയതാണ്. ഓക്കെ, ഇതാണ് 2ാമത്തെ, അതിൻ്റെ ആ ഒരു റബ്ബർ ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ഫുട്രസ്റ്റിന്റെ റബ്ബർ ഗ്രിപ്പ്.
ഈ ഹോളിലാണ്, ഈ 2 ഹോളുകളിലാണ് സ്ക്രൂസ് ടൈറ്റ് ആണ്, സ്ക്രൂ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2 ഹോളിലേക്ക് ഇടേണ്ട സ്ക്രൂ അത് നമുക്ക് മിസ്സിംഗ് ആയിരുന്നു. അതാണ് അത് ആ ഒരു സ്ക്രൂവിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസിനകത്ത് ഇത് ഇത്തരത്തിൽ വെച്ചിട്ട് ഇതിന് അടിയിലുള്ള ഈ 2 ഹോളിലൂടെ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു സ്പ്രിങ് വരുന്നത് ഇതിന്റെ ഇടയിലായിട്ടാണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ലെഗ് വരാനുണ്ട്. ഓക്കെ, ഇവിടെ അത് കിട്ടിയിട്ടില്ല, അത് സെപ്പറേറ്റ് നമുക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ ഞാൻ പഴയതല്ല, എൻ്റെ ഇപ്പോഴുള്ള ആ ഒരു ഫുട്രസ്റ്റിന്റെ ആ ഒരു ഇത് അഴിച്ചിടാമെന്നാണ് കരുതുന്നത്. ഓക്കെ, ഫുട്രസ്റ്റിന്റെ 2 സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്, ലെഫ്റ്റും റൈറ്റും. നമ്മുടെ ഈ ഒരു ഫുട്രസ്റ്റിന് ഈ ഒരു പീസിന്, ഈ ഒറ്റൊരു പീസിന് 90 രൂപയാണ് വില. അതുപോലെ ഈ ഒരു റബ്ബറിന്റെ പീസിന് 50 രൂപയാണ് വില. ഓക്കെ, ഇതിന്റെ സ്പ്രിങ്ങിന് 10-20 രൂപ ഉണ്ടാവും, അത് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതുപോലുള്ള 2 സെറ്റ്, 2 സ്പ്രിങ്, 2 ഈ അലൂമിനിയം പീസ്, 2 ഈ റബ്ബറിന്റെ പീസ്, ഇത്രയും സാധനത്തിനാണ് 313 രൂപ വില വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് വാങ്ങിയിട്ടുള്ള സ്ക്രൂ. ഓക്കെ, ഈ ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് സ്ക്രൂ. ഈ സ്ക്രൂ കിട്ടാനായിട്ടാണ് കുറേ കഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫുട്രസ്റ്റ് ഇതുപോലെ എക്സ്ട്രാ ചേഞ്ച് ചെയ്യാനായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കംപ്ലീറ്റ് സെറ്റായിട്ട് തന്നെ വാങ്ങുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂവിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു സാധനം, അത് കുറച്ച് പ്രധാനപ്പെട്ട സാധനമാണ്. പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെടാൻ ഈ ഒരു സാധനം കാരണമായിട്ടുണ്ട്, ഈ ഒരു സാധനം ഇല്ലാത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിലുള്ള കോമഡി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് സാധനം. ഇത് എന്താണെന്ന് മനസ്സിലാകാതെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മെയിൻ സ്റ്റാൻഡാണ്, സെൻട്രൽ സ്റ്റാൻഡ് എന്ന് പറയുന്ന മെയിനായിട്ട് വരുന്ന വണ്ടിയുടെ സ്റ്റാൻഡാണിത്. ഇത് യമഹ RX100ന്റെ സ്റ്റാൻഡാണ്. ഓക്കെ, ഇതിന് ഈ ഒരു റാഡും ഉണ്ടാവും. ഈ ഒരു റാഡും ഈ ഒരു സ്റ്റാൻഡും രണ്ടും വാങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റൂ. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ R15 V3ക്ക് സെൻട്രൽ സ്റ്റാൻഡ് വരുന്നില്ല. ആ സമയത്ത് നമുക്ക് ലൂബ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് കുറെ കൂടി എളുപ്പമാകും. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ വണ്ടി എങ്ങനെയാണ് ലൂബ് ചെയ്തത് എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 350 രൂപയാണ് വില വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റാൻഡും റോഡും അടക്കം വന്നിട്ടുള്ളത് 350 രൂപയുള്ളൂ. ഷോറൂമിൽ 600 രൂപ സംതിങ് സ്റ്റാൻഡിനും അതുപോലെ ഈ ഒരു റോഡിന് 200 രൂപ സംതിങ് വിലയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് രണ്ടും കൂടി എനിക്ക് 350 രൂപക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ വിംഗ്ലെറ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ വിംഗ്ലെറ്റ്. ഓക്കെ, വലിയ വിംഗ്ലെറ്റ് ആണ്. എനിക്ക് പേഴ്സണലി ചെറുതായിരുന്നു ഇഷ്ടം, പക്ഷെ ചെറുത് കിട്ടിയില്ല, വലുത് മാത്രമേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചെറുതുണ്ടായിരുന്നു, കളറ് മാറ്റമായതുകൊണ്ട് ഞാൻ പിന്നെ വലുത് തന്നെ വാങ്ങി. ഓക്കെ, 1 വർഷമായി വണ്ടി വാങ്ങിയിട്ട് ഇന്ന് വരെ മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ യാതൊന്നും ചെയ്തിട്ടില്ല. അതിന് പ്രധാന കാരണം എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ടായിരുന്നു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം വേണമെന്ന് തോന്നി, അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് JB റേസിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു വിംഗ്ലെറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അവരുടെ പേര് ലോഗോ ഉണ്ട്. ഇതിന് വില വന്നിട്ടുള്ളത് 250 രൂപ മാത്രമാണ്. ഇത് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്, സോഫ്റ്റ് ആണ്. ഓക്കെ, സോഫ്റ്റ് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജാണ് സോഫ്റ്റുള്ള വിംഗ്ലെറ്റ് വാങ്ങാനുള്ള കാരണം. നല്ല ഹാർഡായിട്ടുള്ള വിംഗ്ലെറ്റൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷെ എനിക്ക് ഈ സോഫ്റ്റ് വാങ്ങാൻ ആയിരുന്നു താല്പര്യം. ഈ സോഫ്റ്റിന് വേണ്ടി ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിംഗ്ലെറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്ത സാധനം, അതും ഇച്ചിരി അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ സാധനം. ഇതെന്താണെന്ന് മനസ്സിലാകാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് കാരിയറാണ്. നമ്മുടെ NSലൊക്കെ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമില്ലേ, പിന്നല്ലേ ഗ്രാബ് റെയിലിന്റെ കൂടെ തന്നെ വരുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനമാണിത്. ഓക്കെ, ഇതിനെ ഗ്രാബ് റെയിൽ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാരിയർ എന്ന് പറയുന്നുണ്ട്, ലഗേജ് കാരിയർ എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ വണ്ടിക്ക് സൂട്ടാവുന്ന ഒരു മോഡലല്ല, ഇതിനെ ഓൾട്ടർ ചെയ്തിട്ട് വേണം നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിന്റെ മെയിൻ ഇത്രയും വലുതാണിത്, സാധാരണ വരുന്നതിനേക്കാൾ കുറച്ച് വലുതാണ്. ഈ വലുത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 ഗ്രാബ് റെയിൽ പോലെ നമുക്ക് പിടിക്കേണ്ട ഒരു സ്ഥലം കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നിലിരിക്കുന്ന പില്ലിയന് പിടിച്ചിരിക്കാം. അതുപോലെ ഈ ഒരു പീസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പില്ലിയന് പിന്നിൽ മറിഞ്ഞു പോകുന്നതിന് സപ്പോർട്ടും കിട്ടും. ഓക്കെ, ഈ 2 കാരണമാണ് ഈ ഒരു വലുത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം. ചെറുതാവുമ്പോൾ നമ്മൾക്ക് ഈ ഒരു സപ്പോർട്ടും കിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലും കിട്ടില്ല. യമഹയുടെ R15 V3യിൽ പില്ലിയനെ വെച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പ്രശ്നമാക്കുക എന്ന് എനിക്കറിയില്ല, പക്ഷെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പില്ലിയന് ഒരു 50% മുകളിൽ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്താൻ കഴിയും. കാരണം ഒരു ഗ്രിപ്പാണിത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ
കമ്പനി കൊടുക്കില്ല. കാരണം നമ്മുടെ V3 എന്ന് പറയുന്ന വണ്ടി ആ ഒരു പർപ്പസ് അല്ല. V3 എന്ന് പറയുന്നത് ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങളൊന്നും കമ്പനി കൊടുക്കില്ല. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്തൊക്കെ വേണമോ അത് ചെയ്തേ പറ്റൂ. നമ്മൾ പില്ലിയനെയും വെച്ചുകൊണ്ട് പോവുകയാണ് ഈ സാധനം മസ്റ്റാണ്. ഓക്കെ, ഇതിന് ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുപ്പിച്ചിട്ട് വില വന്നിട്ടുണ്ട്. ഇതിലും കുറഞ്ഞ 400, 500, 600 രൂപക്കൊക്കെ ഈ മോഡൽ സാധനം, ഈ മോഡലല്ല ഇതിൻ്റെ വേറെ മോഡൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പ്രശ്നമൊന്നും ഇല്ലാതെ കിട്ടിയ ഫുട്ടേജിനകത്ത് ഈ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അത് എഡിറ്റ് ചെയ്യുമ്പോൾ വേണം നോക്കാൻ. അടുത്തത് നമ്മുടെ റോപ്പാണ്. ഓക്കെ, ഇത് ഡബിൾ ഡിയറിങ് വരുന്ന റോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കടക്കാരൻ എനിക്ക് തന്നത്. ഇതിനകത്ത് ഡബിൾ ഡിയറിങ് പറയുന്നത് ഇതാണ് ഒരു ഡിയറിങ്, ഇവിടെ ഒരു ഡിയറിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് ഇത്തരത്തിൽ യൂസ് ചെയ്യാം. എക്സ് പോലെയൊക്കെ വലിച്ച് കെട്ടാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും ഒരു വലിയ റോപ്പായിട്ട് അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വില വന്നിട്ടുള്ളത് 80 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത് എനിക്കിപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ള ഒരു സാധനം ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ബാഗിലും ഈ ഒരു സ്റ്റാൻഡ് പോകുന്നില്ല. സ്റ്റാൻഡ് മീൻസ് നമ്മുടെ കേരിയർ. അപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുവരും എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ റോപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഉടനെ തന്നെ ഈ ഒരു റോപ്പ് വാങ്ങി പിൻ സീറ്റിൽ ഈ ഒരു കേരിയർ വെച്ചിട്ട് ഈ റോപ്പ് കൊണ്ട് വലിച്ചു കെട്ടി നമ്മുടെ ഫുട്രസ്റ്റ്, പിന്നിലിരിക്കുന്ന ഫുട്രസ്റ്റിൻ്റെ അവിടെ ഈ റോപ്പ് കെട്ടിയിട്ടാണ് ഈ സാധനം വീട്ടിലെത്തിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഓൾട്രേഷൻ ആവശ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരും. അതുപോലെ നമ്മുടെ ഫുട്രസ്റ്റിൻ്റെ വീഡിയോയും വിംഗ്ലെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഒരുമിച്ചാക്കിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അഥവാ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ 2 പാർട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി കട്ടായി പോയതിൻ്റെ ബാക്കി ഭാഗം കാണാം. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡിന് ഏതാണ്ട് ഒരു 1 കിലോയ്ക്ക് മുകളിൽ ഭാരം വന്നിട്ടുണ്ട്. അത് ഇത്തിരി ഒരു നല്ല കാര്യമല്ല, പക്ഷേ കുറച്ച് ഹെവിയാണ്. ഓക്കെ, ലുക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനമല്ല ഇത്. ഞാൻ എന്തായാലും നിലവിൽ ഒന്ന് അത്യാവശ്യം സാധനങ്ങൾ ക്യാരി ചെയ്യാനുള്ള ഒരു സൗകര്യം, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ വണ്ടിയിലുണ്ടെങ്കിൽ പിന്നിലിരിക്കുന്നയാൾ പിന്നിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എന്തായാലും സഹായിക്കും. നല്ലൊരു സപ്പോർട്ട് തന്നെ തരും. ഒരു വക പോലീസുകാർക്ക് വിചാരിക്കുന്നത് ഇത് വയ്ക്കുന്നത് ഇതിന് മുകളിൽ കയറി നിന്ന് വണ്ടി ഓടിക്കാനാണ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലുള്ള സാധനം ഫിറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വെക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, സാധനങ്ങൾ ക്യാരി ചെയ്യാൻ. 2, പിന്നിലിരിക്കുന്ന പില്ലിയന് കുറച്ചുകൂടി കംഫർട്ട് കിട്ടാനാണ് ഈ ഒരു സാധനം വെക്കുന്നത്. V3യുടെ അവസ്ഥ പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ. പിന്നിലിരിക്കുന്ന ആളുടെ കാര്യം പറയേ വേണ്ട. എപ്പോൾ തറയിൽ പോയി എന്ന് ചോദിച്ചാൽ മതി. അറിയാതെ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ത്രോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നിലിരിക്കുന്ന ആൾ റോഡിൽ കിടക്കും. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കുറേ കൂടി അതിനൊരു മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാധനം മെയിനായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചൊരു സാധനമായിരുന്നു നമ്മുടെ LED ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് LED ഇൻഡിക്കേറ്ററിനോട് എനിക്ക് താല്പര്യമില്ല. മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ എൻ്റെ ഫ്രണ്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ എളുപ്പം തന്നെ കേടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് നോക്കാതെ സ്റ്റോക്ക് നമ്മുടെ വണ്ടികളിൽ വരുന്ന കമ്പനി വരുന്ന LED ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കുറേ അന്വേഷിച്ചു. നമ്മുടെ യമഹയുടെ തന്നെ FZ25ൻ്റെ അകത്ത് ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഫ്രണ്ട് ഇൻഡിക്കേറ്റർ രണ്ടും LED ആയിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ വാങ്ങാതിരുന്നതിന് 2 കാരണങ്ങളായിരുന്നു. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ FZൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് V3-ക്കകത്ത് സെറ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് തപ്പി നോക്കി, പക്ഷെ ഒന്നും എവിടെയും കണ്ടില്ല. ഒരു ക്ലിപ്പ് പോലെയാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് അവിടെ വെക്കുന്ന ടൈപ്പാണ് FZൻ്റെ ആ ഒരു LED ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് V3-ക്കകത്ത് അത് അവിടെ ആ ഒരു ഹോളിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് അത് വാങ്ങാതിരുന്നത്. അപ്പോൾ അത് വാങ്ങാതെ നേരെ നമ്മുടെ ബജാജിൻ്റെ ഷോറൂം പോയപ്പോൾ സാധനം സ്റ്റോക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, LED ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു. ഒരു പീസിന് ഒരു ഇൻഡിക്കേറ്റർ, ഒരു സൈഡ് ഒരു ഇൻഡിക്കേറ്ററിന് 600 രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത്. 4 ഇൻഡിക്കേറ്ററും കൂടി 2400 രൂപ ആവും. ഇപ്പോൾ 2400 രൂപയാവും 4 ഇൻഡിക്കേറ്റർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനത് വാങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ സാധനം അവിടെ ഉണ്ടായിരുന്നില്ല, സ്റ്റോക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ കുറേ കടകളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എക്സാക്ട് സെയിം സാധനം ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഷോറൂമിൽ സാധനം ഉണ്ടെങ്കിലും പുറത്ത് കൊടുക്കുന്നില്ല, വിൽക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആർക്കെങ്കിലും ഷോറൂമിൽ നിന്ന് ഡോമിനറിൻ്റെ സെയിം ഇൻഡിക്കേറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. എനിക്കും അത് കിട്ടുമെങ്കിൽ ഒരെണ്ണം വാങ്ങണം. പിന്നെ KTMൻ്റെ ഷോറൂമിൽ പോയി
KTM ഷോറൂമിലും സാധനം അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇൻഡിക്കേറ്റർ ഇത്തവണ വാങ്ങാതിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വീഡിയോ കൂടി വരുന്നതായിരിക്കും. ഇപ്പോൾ സർവീസ് കോസ്റ്റ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ വന്നത് 5ാമത്തെ സർവീസിലെ സർവീസ് കോസ്റ്റും പിന്നെ ഈ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫൂട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ റോപ്പ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഈ ഒരു കാരിയർ കാണിച്ചിട്ടുണ്ട്, വിംഗ്ലെറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. ഈ ഒരു കാരിയർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കുറച്ച് ലേറ്റ് ആവും, കാരണം ഇതിന് അത്യാവശ്യം ഒരു ദിവസം എന്തായാലും ഒരു വർക്ക്ഷോപ്പിൽ, ഒരു വെൽഡിങ് ഷോപ്പിൽ വർക്ക് ഉണ്ട്. കാരണം ഇത് നമുക്ക് V3 ഡയറക്റ്റ് ഫിറ്റ് അല്ല. അതുപോലെ തന്നെ പിൻസീറ്റിൻ്റെ അവിടെയൊന്നും ഫിറ്റ് ചെയ്യാൻ വേറെ ഒന്നും സൗകര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഏതാണ്ട് ഇതിനെ അടിവശത്ത് നിന്നും 2 മെറ്റലിൻ്റെ പൈപ്പ് വെൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് ആ ഒരു വീഡിയോയിൽ കാണാം. ആ വീഡിയോയുടെ കൂടെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും ഉൾപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ആ ഒരു വീഡിയോ ലെങ്തി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.